സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ 24. നമ്മൾ നമ്മുടെ 7th ചാപ്റ്റർ ആയിട്ടുള്ള ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചറിലേക്കാണ് കടക്കുന്നത്. ഓക്കെ, നമ്മുടെ 6th ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ സ്ലൈഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ മാക്സിമം പബ്ലിക്കേഷൻസിൻ്റെ എക്സാം പോയിന്റ് ഗൈഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്ട്രാ പോയിന്റ് വേണമെങ്കിൽ ആ ഗൈഡ് തന്നെ റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഡയബറ്റിക് പേഷ്യൻസിന് ഇൻസുലിൻ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡയബറ്റീസ് എന്നുള്ളതും ഇൻസുലിൻ എന്നുള്ളതും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്താണ് ഡയബറ്റീസ്? ബ്ലഡിനുള്ളിൽ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് നോർമലിലും കൂടുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻസുലിൻ? ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ടിനെ കുറയ്ക്കുന്ന ആളുകളാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? പാൻക്രിയാസ് ആണ് അല്ലേ? പാൻക്രിയാസിലുള്ള ബീറ്റ സെല്ലുകളാണ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതെന്താ ചെയ്യുന്നത്? ബ്ലഡിനുള്ളിലെ ഗ്ലൂക്കോസിന്റെ എമൗണ്ടിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ബ്ലഡ് ഗ്ലൂക്കോസിനെ കുറയ്ക്കണം. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോട്ടീൻ ആണ്. ഇതൊരു ഹോർമോൺ ആണ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. പ്രോട്ടീനെ അപ്പോൾ കോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? സെല്ലിനുള്ളിലുള്ള DNA-യിലുള്ള ജീനുകളാണ് അല്ലേ? അപ്പൊ ബീറ്റ സെല്ലിനുള്ളിലുള്ള DNA-യിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ജീനുകളാണ് ഇൻസുലിനെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ബീറ്റ സെല്ലുകൾക്ക് അതുപോലെ തന്നെ ജീനുകൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിച്ചാൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കൂടും. ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സെല്ലിനുള്ളിൽ ഗ്ലൂക്കോസിന്റെ എമൗണ്ട് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസും കൂട്ടുന്നത് ഇൻസുലിൻ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ജീനുകൾക്കോ ബീറ്റ സെല്ലുകൾക്കോ ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയുകയും ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻസുലിനെ ആർട്ടിഫിഷ്യലായിട്ട് ഇൻജെക്റ്റ് ചെയ്യും. നമുക്കറിയാം, കുട്ടികൾക്ക് മുതൽ വാർദ്ധക്യത്തിലുള്ളവർക്ക് വരെ കോമൺ ആയിട്ടുള്ള ഡിസീസാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം വേണ്ട ഇൻസുലിനെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഹ്യൂമൻ സെല്ലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്? അല്ല, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരുപാട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ബാക്ടീരിയൽ സെല്ലുകളെ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബാക്ടീരിയാസിനെ യൂസ് ചെയ്യുന്നു. ബാക്ടീരിയയിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ഉണ്ടോ? ഇല്ല. ബാക്ടീരിയയിലും എന്തുണ്ട്? DNA ഉണ്ട് അല്ലേ? അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഒന്നുമില്ല. അതിന്റെ ക്രോമസോമൽ DNA ഇങ്ങനെ സൈറ്റോപ്ലാസ്റ്റിൽ വെറുതെ കിടക്കുകയാണ് ചെയ്യുന്നത്. ആ സ്ട്രക്ചറാണ് ന്യൂക്ലിയോയിഡ്, നമുക്കറിയാം. അപ്പോൾ ബാക്ടീരിയൽ DNA-യിൽ എന്തില്ല? ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ ഈ ഹ്യൂമൻ സെല്ലിൽ നിന്നും ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ എടുത്ത് ബാക്ടീരിയൽ സെല്ലിലേക്ക് കൊടുക്കുമ്പോൾ ബാക്ടീരിയ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ജീൻ എന്ന് പറയുന്നത് DNA-യുടെ ഒരു ഭാഗമാണ് അല്ലേ? അപ്പോൾ ഈ DNA-യിലേക്ക് കൊണ്ട് ക്രോമസോമൽ DNA-യിലേക്കല്ല നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. പിന്നെയോ ബാക്ടീരിയയിൽ സർക്കുലർ ആയിട്ടുള്ള മറ്റൊരു DNA ഉണ്ട്. അതിനെ നമ്മൾ പ്ലാസ്മിഡ് എന്നാ പറയും. ആ പ്ലാസ്മിഡിലേക്ക് ഈ ജീനിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബാക്ടീരിയ എന്ത് ചെയ്യും? ഇത്തരത്തിൽ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സർക്കുലർ DNA. ഓക്കെ, ഡബിൾ സ്റ്റാൻഡേർഡ് ആണിത്. ഇത് സർക്കുലർ ആണ്. ഓക്കെ, അപ്പോൾ ഈ സർക്കുലർ DNA-യിലേക്ക് എന്തിനെ ഇൻജെക്ട് ചെയ്യും? ജീനിനെ ഇൻജെക്ട് ചെയ്യും. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ കയറ്റി യോജിപ്പിച്ച് കഴിയുമ്പോൾ ബാക്ടീരിയാസ് ഇത്തരത്തിൽ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഇതിന് പല സ്റ്റെപ്പുകളുണ്ട്. ഇനി ഇൻസുലിൻ പ്രൊഡക്ഷൻ്റെ സ്റ്റെപ്പുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മളിനി ഇൻസുലിൻ പ്രൊഡക്ഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളെ പറ്റിയാണ് പറയുന്നത്. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? ഹ്യൂമൻ DNA-യിൽ നിന്നും ജീനിനെ കട്ട് ചെയ്തെടുക്കണം അല്ലേ? ഹ്യൂമൻ സെല്ലിലെ DNA-യിൽ നിന്നും
ജീന് ഒരു ചെറിയ ഫ്രാഗ്മെന്റ് ആണ് അല്ലെ, ചെറിയൊരു റീജിയൻ ആണ്, DNA റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത്, ജീന്. അപ്പൊ ഈ ജീനിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ജീനിനെ കട്ട് ചെയ്തെടുക്കുന്നു. ഇത്തരത്തില് DNA-യിൽ നിന്നും ജീനുകളെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ജീനിനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി എവിടേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, ബാക്ടീരിയ സെല്ലിലേക്കാണ് അല്ലെ. ബാക്ടീരിയ സെല്ലിൽ എന്താ ഉള്ളത്, സർക്കുലർ ആയിട്ടുള്ള DNA ഉണ്ട്, അത് പ്ലാസ്മിഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ പ്ലാസ്മിഡിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഐസോലേറ്റ് ചെയ്ത് വെളിയിലേക്ക് എടുക്കുന്നു. ഓക്കെ, പ്ലാസ്മിഡിനെയും ഐസോലേറ്റ് ചെയ്ത് വെളിയിലേക്ക് എടുക്കുന്നു. ഇനി പ്ലാസ്മിഡിലേക്ക് ഈ ജീനിനെ ഇൻസേർട്ട് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഈ പ്ലാസ്മിഡിൽ ഒരു കട്ടുണ്ടാക്കണം അല്ലെ. പ്ലാസ്മിഡിലും റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ടുണ്ടാക്കുന്നു. ഓക്കെ, ഇനി ആ കട്ട് ചെയ്ത റീജിയനിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ജീനിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ജീനിനെ ഈ DNA-യിലേക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടി സഹായിക്കുന്ന എൻസൈമാണ് ലിഗേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാസ്മിഡ് ഇപ്പൊ എന്താണ്, ലിഗേറ്റഡ് ആയി, ഇൻസുലിനെ ഉണ്ടാക്കുന്ന ജീൻ വെച്ച് ലിഗേറ്റഡ് ആയി. ഇനി ഈ പ്ലാസ്മിഡിനെ തിരിച്ച് ബാക്ടീരിയൽ സെല്ലിലേക്ക് തന്നെ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ബാക്ടീരിയൽ സെല്ലിലേക്ക് പ്ലാസ്മിഡിനെ ഇൻസേർട്ട് ചെയ്യും. ഈ പ്ലാസ്മിഡിൽ ഈ DNA ഉള്ളത് കൊണ്ട് തന്നെ ഈ ബാക്ടീരിയയിൽ ഈ പ്ലാസ്മിഡും ആ ജീനും ഉള്ളത് കൊണ്ട് തന്നെ ബാക്ടീരിയ റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴെല്ലാം ഈ ജീനും റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ ബാക്ടീരിയൽ സെല്ലിലേക്ക് ഈ ജീനും ചെല്ലുന്നു. ആ സെല്ലിലെല്ലാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് ഇൻസുലിനെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഈ ബാക്ടീരിയനെ നമ്മളൊരു കൾച്ചർ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഒരു പെറ്റ് ഡിഷില് കൾച്ചർ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ കിടന്ന് ബാക്ടീരിയസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടും ഇവിടെ എന്തുണ്ടായി, ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ആ ഇൻസുലിൻ ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള ഫോമിലാണ് ഉണ്ടാവുക. ഇൻസുലിനെ പിന്നെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റി മെഡിസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, മെഡിസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത്രയുമാണ് ഇൻസുലിൻ പ്രൊഡക്ഷനെ പറ്റി പറയുന്നത്. ഇവിടെ എന്താ ചെയ്തത്, ഈ ബാക്ടീരിയയുടെ ഒരു ജനറ്റിക് മേക്കപ്പിനെ നമ്മൾ എന്ത് ചെയ്തു, ഓൾട്ടർ ചെയ്തു അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തു. ഇൻസുലിൻ ജീനിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ജീനുകൾ ബാക്ടീരിയാസിൽ ഇല്ല, എന്നാൽ നമ്മളത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ബാക്ടീരിയക്ക് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റീസ് വന്നു. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ജീവിയുടെ ജനറ്റിക് മേക്കപ്പിനെ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, genetic engineering is the modification and manipulation of an organism's gene using technology. ഇവിടെ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് എൻസൈമുകളെ യൂസ് ചെയ്ത് ഇവിടെ DNA കട്ട് ചെയ്യുന്നുണ്ട്, വീണ്ടും ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്, കൾച്ചർ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ജനറ്റിക് മോഡിഫിക്കേഷൻ. ഇതിനെ ജനറ്റിക് മോഡിഫിക്കേഷൻ എന്നും ജനറ്റിക് മാനിപ്പുലേഷൻ എന്നും ജനറ്റിക് എഞ്ചിനീയറിംഗിനെ പറയാറുണ്ട്. ഓക്കെ, നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസിലുള്ള
ഓർഗാനിസംസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? അവരുടെ ജനറ്റിക് മെറ്റീരിയലിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട്. ഓക്കെ, ഇനി ബയോടെക്നോളജി. എന്താണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്? ബയോടെക്നോളജി മൈക്രോ ഓർഗാനിസത്തിനെയോ അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോസസ്സുകളെയോ വേരിയസ് ആയിട്ടുള്ള ഹ്യൂമൻ റിക്വസൈറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മൈക്രോ ഓർഗാനിസം ഈസ്റ്റിനെ ഉപയോഗിച്ച് അപ്പത്തിന് വേണ്ടി പുളിപ്പിക്കാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ വൈൻ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇതെന്താണ്? ബയോളജിക്കൽ പ്രോസസ്സിനെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെയാണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ഹ്യൂമൻ നീഡ്സിന് വേണ്ടി. ഓക്കെ, അപ്പൊ അതിനെ ബയോടെക്നോളജി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ബയോടെക്നോളജി മെത്തേഡാണ് യൂസ് ഓഫ് ഈസ്റ്റ് ടു പ്രിപ്പയർ ഫുഡ്. ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഈസ്റ്റിനെ യൂസ് ചെയ്യുന്നു. ഫെർമെന്റേഷൻ എന്ന് പറയുന്ന ആ ഒരു നാച്ചുറൽ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് അല്ലേ. ഷുഗറിനെ എന്തായിട്ട് മാറ്റുന്നു? ആൽക്കഹോൾ ആയിട്ട് മാറ്റുകയാണ് എന്തിൽ ചെയ്യുന്നത്? വൈനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത്. മോഡേൺ ഫോം ഓഫ് ബയോടെക്നോളജിയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ജനറ്റിക് മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് ഹ്യൂമൻ നീഡ്സിന് വേണ്ടി മൈക്രോ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ മറ്റു ജീവികളെ ഉപയോഗിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എൻസൈംസ് യൂസ്ഡ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് അല്ലേ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു കട്ട് ജീൻ. ജനറ്റിക് മെറ്റീരിയലിനെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ജനറ്റിക് സിസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണയായിട്ട് നമ്മൾ സിസേഴ്സ് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തിനെയാണ് കട്ട് ചെയ്യുന്നത്? ജനറ്റിക് മെറ്റീരിയലിനെയാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജനറ്റിക് സിസേഴ്സ് എന്ന് ഈ എൻസൈം അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ലിഗേസ് യൂസ്ഡ് ഫോർ ജോയിനിങ് ജനറ്റിക് മെറ്റീരിയൽ. രണ്ട് ജനറ്റിക് മെറ്റീരിയലിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജനറ്റിക് ഗ്ലൂ എന്ന് അറിയപ്പെടുന്നു. പശ പോലെ രണ്ട് ജനറ്റിക് മെറ്റീരിയലിനെ കൂട്ടി യോജിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ജനറ്റിക് ഗ്ലൂ എന്നറിയപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് ഇൻസുലിൻ പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള ജീനിനെ ബാക്ടീരിയ സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്തത്? എങ്ങനെയാണ്? അവിടെ നമ്മൾ പ്ലാസ്മിഡിനെ യൂസ് ചെയ്തു അല്ലേ. അപ്പൊ പ്ലാസ്മിഡിലേക്ക് നമ്മൾ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീനിനെ ലിഗേറ്റ് ചെയ്തു അല്ലെങ്കിൽ ജോയിൻ ചെയ്തു, എന്നിട്ടാണ് ബാക്ടീരിയ സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് പ്ലാസ്മിഡിനെ ഒരു വെക്റ്റർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, വെക്റ്റർ. അപ്പൊ എന്താണ് വെക്റ്റർ? A gene from one cell is transferred to another by using suitable vector. വെക്ടറുകൾ യൂസ് ചെയ്തിട്ടാണ് ജീനുകളെ മറ്റൊരു സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. വെക്ടർ വിച്ച് കണ്ടെയ്ൻ ലിഗേറ്റഡ് ജീൻ എൻ്റർ ദ ടാർഗറ്റ് സെൽ. നമ്മളിവിടെ ഇൻസുലിൻ പ്രൊഡക്ഷനിൽ ലിഗേറ്റ് ചെയ്ത ജീൻ ഏതായിരുന്നു? ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീൻ ആയിരുന്നു. ടാർഗറ്റ് സെൽ ഏതായിരുന്നു? ബാക്ടീരിയ ആയിരുന്നു അല്ലേ. ബാക്ടീരിയ. സാധാരണയായിട്ട് ബാക്ടീരിയയിൽ പ്ലാസ്മിഡ് തന്നെയാണ് വെക്ടർ ആയിട്ട് യൂസ് ചെയ്യുക. നമ്മൾ വെക്ടർ എന്നുള്ള ഒരു ടേം ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടല്ലോ. ഏതിലായിരുന്നു? കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ അല്ലേ. രോഗകാരിയെ ക്യാരി ചെയ്യുന്ന ആളുകളാണ് വെക്ടറുകൾ. ഡെങ്കിപ്പനി അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ അതിനെ ക്യാരി ചെയ്യുന്നത് ആരാണ്? അതിന്റെ പതോജനെ ക്യാരി ചെയ്യുന്നത് അവിടെ കൊതുകായിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ എന്താണ് വെക്ടർ ചെയ്യുന്നത്? ഫോറിൻ ജീനിനെയാണ് ക്യാരി ചെയ്യുന്നത്. So plasmids in the bacteria are generally used as vector. In this way, the new gene become a part of genetic constitution of the target cell. ടാർഗറ്റ് സെല്ലിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ പുതിയ ജീന് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബാക്ടീരിയസ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്കോപ്പ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. അതിൽ ഫസ്റ്റ് നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ജീൻ തെറാപ്പിയാണ്. അപ്പൊ ഈ തെറാപ്പി എന്നുള്ള ഒരു ടേം തന്നെ യൂസ് ചെയ്യുന്ന എവിടെയാണ്? മെഡിക്കൽ ആയിട്ടാണ് അല്ലെ. മെഡിക്കൽ ഫീൽഡിലാണ്. ഒരു ഡിസീസിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ തെറാപ്പി ഉപയോഗിക്കുന്നത്. അപ്പോൾ ജീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ എന്താണ്? ജീനുകളെ ഉപയോഗിച്ചുകൊണ്ട് തെറാപ്പി ചെയ്യുന്നു. ജീനുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിസീസിനെ ക്യൂർ ചെയ്യുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള ഡിസീസുകളെ ആയിരിക്കും ജീൻ തെറാപ്പി വഴി ക്യൂർ ചെയ്യുന്നത്? ജനറ്റിക് ഡിസീസുകളായിരിക്കും.
അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജനറ്റിക് ഡിസീസുകളെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഏതൊക്കെയായിരുന്നു? ഹീമോഫീലിയ പഠിച്ചായിരുന്നു, സിക്കിൾ സെൽ അനീമിയ പഠിച്ചു, ക്യാൻസർ പഠിച്ചു. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജനറ്റിക് ഡിസീസുകളുണ്ട്. അപ്പോൾ ജനറ്റിക് ഡിസീസുകൾക്ക് കാരണം എന്താണ്? ജീനുകൾക്കുണ്ടാകുന്ന ഡിഫക്റ്റുകളാണ് അല്ലേ? ഒരു ഫങ്ഷനിലായിട്ടുള്ള ജീന് അതിൻ്റെ ഫങ്ഷൻ എന്തെങ്കിലും ഓൾട്ടറേഷൻ സംഭവിക്കുമ്പോഴാണ് ജനറ്റിക് ഡിസീസുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ജീൻ തെറാപ്പിയിൽ എന്താ ചെയ്യുക? ആ ഫങ്ഷണൽ അല്ലാത്ത ജീനിനെ അല്ലെങ്കിൽ ഡിഫക്റ്റഡ് ആയിട്ടുള്ള ജീനിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫങ്ഷണൽ ആയിട്ടുള്ള ജീനിനെ അവിടേക്ക് ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് ക്യൂറിങ് നടക്കുന്നത്. അപ്പോൾ ജീൻ തെറാപ്പി is a method of treatment in which the gene that is responsible for disease are remove ചെയ്യപ്പെടുന്നു and normal functional genes are inserted in their place. ഓക്കെ, ഇനി ഇത് ജനറ്റിക് ഡിസീസുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ജനറ്റിക് ഡിസീസുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ജീൻ തെറാപ്പി യൂസ് ചെയ്യുന്നു. ഇനി ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണോ? നമ്മുടെ ഹ്യൂമൻ DNA അല്ലെങ്കിൽ ഹ്യൂമൻ ജനറ്റിക് മെറ്റീരിയൽ എത്രയധികം ജീനുകളാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫങ്ഷനും അതിൻ്റെയൊക്കെ പൊസിഷനും അറിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ഈ ജീൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഇതൊരു വലിയ ചലഞ്ചാണ്. ആ ഒരു ചലഞ്ചിനെ മാറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള സയന്റിഫിക് റിസർച്ച് പ്രോജക്റ്റ് കൊണ്ടുവന്നു. ഓക്കെ, അതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വാസ് ആൻ ഇന്റർനാഷണൽ സയന്റിഫിക് റിസർച്ച് പ്രോജക്റ്റ്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയായിരിക്കും? എല്ലാ ജീനുകളുടെയും ലൊക്കേഷനും അതുപോലെ തന്നെ ഫങ്ഷനും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് 1990 സ്റ്റാർട്ട് ചെയ്ത് 2003 കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രോജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗോൾസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഡിറ്റർമൈനിങ് ദ ബേസ് പെയർ ദാറ്റ് മേക്ക് ഹ്യൂമൻ DNA. നമുക്കറിയാം ഹ്യൂമൻ DNA ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ന്യൂക്ലിയോടൈഡുകൾ വെച്ചിട്ടാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേസ് പെയറുകൾ അതിലുണ്ട്. നമ്മൾ DNA സ്ട്രക്ചർ തന്നെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ ബേസ് പെയറിനെ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗോളായിരുന്നു. ഇനി ഹ്യൂമൻ ജീനോമിലെ എല്ലാ ജീനുകളെയും പറ്റി പഠിക്കുക. അപ്പൊ എന്താണ് ജീനോം എന്ന് പറയുന്നത്? എന്താണ് ജീനോം? ജീനോം എന്ന് പറയുന്നത് ഹ്യൂമൻ ജീനോം എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്ങിലെ ഫുൾ ജനറ്റിക് മെറ്റീരിയലിനെയും ചേർത്ത് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ജീനോമിലുള്ള എല്ലാ ജീനുകളെയും ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക, മാപ്പ് ചെയ്യുക. എന്താണ് മാപ്പിംഗ് എന്ന് പറയുന്നത്? എപ്പോഴാണ് നമ്മൾ മാപ്പ് യൂസ് ചെയ്യുന്നത്? നമ്മളൊരു ലൊക്കേഷൻ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ജീനുകളുടെ ലൊക്കേഷൻ തിരിച്ചറിയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഐഡന്റിഫൈ ചെയ്യുക, മാപ്പ് ചെയ്യുക, സീക്വൻസ് ചെയ്യുക. അപ്പൊ നമുക്കറിയാം ഈ ഇത്തരത്തില് വലിയ എമൗണ്ട് DNA ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ളത്. അപ്പൊ ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? സീക്വൻസ് ചെയ്യുന്നു. കട്ട് ചെയ്ത് അതിന്റെ സീക്വൻസുകളായിട്ട് തിരിച്ച് ഓരോന്നിനെയും എന്ത് ചെയ്യുകയാണ്? ഓരോ ന്യൂക്ലിയോടൈഡിനെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ ഗോളുകളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജീൻ മാപ്പിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ലൊക്കേഷനെ തിരിച്ചറിയാൻ വേണ്ടി. ഐഡന്റിഫൈ ചെയ്യുകയും ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് എന്തിനെ? ജീനുകളെ. സോ the technology used to identify the location of the gene in the DNA responsible for particular trait. ഒരു പർട്ടിക്കുലർ ട്രേറ്റിന് കാരണമായിട്ടുള്ള ജീനിനെ ഐഡന്റിഫൈ ചെയ്യുകയും ലൊക്കേറ്റ് ചെയ്യുകയും ആണ് ജീൻ മാപ്പിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഇതുവഴി എന്താണ് ഗുണം? ജനറ്റിക് ഡിസീസുകളൊക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ജീനോമും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കംപ്ലീറ്റ് ജനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ഇൻ ആൻ ഓർഗാനിസം. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വഴി റിവീൽ ചെയ്യപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഹ്യൂമൻ ജീനോം ഹാസ് അബൌട്ട് 24,000 ഫങ്ഷണൽ ജീൻസ്. ഓക്കെ, 24,000 ഫങ്ഷണൽ ജീനുകൾ ഹ്യൂമൻ ജീനോമിലുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന 24,000 ജീനുകൾ ഹ്യൂമൻ ജീനോമിലുണ്ട്.
Then major share of human DNA include junk genes. Okay, എന്താണ് ജങ്ക് ജീൻസ്? നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ജീനുകളാണ്, അതായത് പ്രോട്ടീനെ കോഡ് ചെയ്യാത്ത ജീനുകളാണ് ജങ്ക് ജീനുകൾ. ഓക്കെ, ഇനി വരുന്നത് there is only 0.2% difference in DNA among humans. ഓക്കെ, നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ DNA എന്ത് ചെയ്യുന്നുണ്ട്? DNA-യിലുള്ള ജീനുകളെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മാപ്പ് ചെയ്യുന്നുണ്ട്, സീക്വൻസ് ചെയ്യുന്നുണ്ട്. ഫുൾ DNA എടുത്തിട്ട് സീക്വൻസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ ന്യൂക്ലിയോടൈഡും ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓർഡറും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി റിവീൽ ചെയ്യപ്പെട്ട കാര്യമാണ് 0.2% ഡിഫറൻസ് മാത്രമേ വ്യത്യസ്തങ്ങളായ വ്യക്തികൾ തമ്മിലുള്ള DNA-യിലുള്ളൂ. ഓക്കെ, ഇനി വരുന്നത് ബാക്ടീരിയയുടെ ജീനും ഹ്യൂമൻ ബീയിങ്ങിലെ ജീനും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഓക്കെ, ഏകദേശം 200 ജീനുകൾ, ഓക്കെ, ഹ്യൂമൻ ജീനോമിലുള്ള 200 ജീനുകൾ ബാക്ടീരിയൽ DNA-യിലുള്ള ജീനുകളോട് സിമിലാരിറ്റീസ് കാണിക്കുന്നു, അല്ലെങ്കിൽ അതിനോട് ഐഡന്റിക്കൽ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് ആൻഡ് ക്രോപ്സ് ആണ്. ഓക്കെ, അനിമൽസിൻ്റെയും ക്രോപ്സിൻ്റെയും ഒക്കെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുകയാണ്? മോഡിഫൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് ഫാം അനിമൽസ് ആണ്. കൗവിൻ്റെയും പിഗിൻ്റെയും ഒക്കെ ജനറ്റിക് മോഡിഫിക്കേഷൻ വരുത്തിയാണ് ഫാം അനിമൽസിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇൻസുലിൻ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബാക്ടീരിയയിലേക്ക് ഇൻസുലിനെ കോഡ് ചെയ്യുന്ന ജീനുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. ഈ ബാക്ടീരിയൽ കൾച്ചർ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ബാക്ടീരിയനെ കൾച്ചർ ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ജീനുകളെ നമ്മുടെ ഫാം അനിമൽസിലേക്ക്, അല്ലെങ്കിൽ കൗവിലേക്കും പിഗിലേക്കും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അവരുടെ മീറ്റിലും മിൽക്കിലും ഒക്കെ ഇത്തരത്തിൽ ഹോർമോണുകൾ അല്ലെങ്കിൽ പ്രോട്ടീനുകൾ ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ പ്രോട്ടീനുകളെ ലഭിക്കും. ഓക്കെ, അതാണ് ഫാം അനിമൽസിന്റെ കാര്യം പറയുന്നത്. ഇൻസുലിനെയും അതുപോലെ തന്നെയുള്ള ഗ്രോത്ത് ഹോർമോണുകളെയും ഒക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഡിസീസ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ്. ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റുകളെയും ഫോറിൻ ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എക്സാമ്പിൾസ് ആണ് ബീറ്റി ബ്രിഞ്ചാൾ, സോയാബീൻ, കോട്ടൺ, മെയ്സ്. ഇതൊക്കെ ബാക്ടീരിയയിലുള്ള ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിലുള്ള ഡിസീസ് റെസിസ്റ്റന്റ് ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ക്രോപ്പുകളാണ്. ഇത്തരത്തിൽ നമുക്ക് എന്താണ് ഹൈ ഈൽഡിങ് വെറൈറ്റീസിനെ ഉണ്ടാക്കാൻ പറ്റും. ഏത് ക്ലൈമറ്റിനോടും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്രോപ്പുകളെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിന്റെ കാര്യം പറയുന്നത്. ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ഇന്റർഫെറോൺസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് വൈറൽ ഡിസീസുകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളാണ്. ഓക്കെ, ഇൻസുലിൻ ഡയബറ്റീസിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന പ്രോട്ടീനാണ്. എൻഡോഫ്രിൻ പെയിനിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടീനാണ്. സൊമാറ്റോട്രോപ്പിൻ എന്ത് ചെയ്യുന്നു? ഗ്രോത്ത് ഡിസോർഡേഴ്സിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോട്ടീനുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? ഓരോ ജീവിയിലേക്കും ഇതുപോലെ ജീനുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുത്തുകൊണ്ട്, എസ്പെഷ്യലി ബാക്ടീരിയാസിലേക്കൊക്കെ ഇതിൻ്റെ ജീനുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോട്ടീനുകളെ ഉണ്ടാക്കുകയും ഡിസീസിനെതിരായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്, DNA ഫിംഗർ പ്രിന്റിംഗ്. ഈ ഒരു ടേം നിങ്ങൾക്ക് പുതിയതായിരിക്കും അല്ലേ? എന്നാലും DNA ടെസ്റ്റിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് DNA ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്? വ്യത്യസ്തങ്ങളായിട്ടുള്ള DNA സാമ്പിളുകൾ എടുത്തിട്ട് അതിൻ്റെ സിമിലാരിറ്റീസ് നോക്കുകയാണ് DNA ടെസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പേരാണ് DNA പ്രൊഫൈലിംഗ്. അപ്പോൾ എന്താണ് ഈ DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്? ഒരു DNA-യിലെ ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെന്റിനെ നോക്കുന്നതാണ്. ഓക്കെ, ദ ടെക്നോളജി ഓഫ് ടെസ്റ്റിംഗ് ദ അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഈസ് DNA പ്രൊഫൈലിംഗ്. അപ്പോൾ ഇത് തുടങ്ങി വെച്ചത് ആരാണ്?
അലക്സ് ജെഫ്രീസ് എന്ന് പറയുന്ന ആ ഒരു സയന്റിസ്റ്റ് ആണ് ഈ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചത്. അത് 1985-ലാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ടെക്നിക്കിന്, ഈ ഒരു രീതിക്ക് നമ്മൾ DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഓരോ വ്യക്തികളുടെ ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത് യുണീക്ക് ആണ്. ഒരാളുടെ ഫിംഗർ പ്രിന്റ് പോലെ മറ്റൊരു വ്യക്തിയുടെ ഫിംഗർ പ്രിന്റ് വരുന്നില്ല, അല്ലേ? അപ്പോൾ ഓരോ വ്യക്തിയുടെയും DNA എന്ന് പറയുന്നതും എന്താണ്? ഇതുപോലെ തന്നെ യുണീക്ക് ആണ്. അതായത് ഓരോ വ്യക്തിയിലെയും ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെന്റ്, ഓരോ വ്യക്തിയിലെയും DNA-യിലെ ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന ഈ ഒരു ടെക്നിക്കിന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ DNA ടെസ്റ്റിംഗിന്റെ ബേസിസും ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് ക്ലിയർ ആയല്ലോ. ഇനി റിലേറ്റീവ്സിന്റെ DNAs തമ്മിൽ വളരെ സിമിലാരിറ്റീസ് ഉണ്ടാവും. അതായത് റിലേറ്റീവ്സിന്റെ DNA-യിലെ ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെന്റ് തമ്മിൽ വളരെ സിമിലർ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി എന്താണ് യൂസസ് ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ്? ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്കുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹെറിഡിറ്ററി ക്യാരക്ടറുകളെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഹെറിഡിറ്റി ഉണ്ടാവുന്നത്? അച്ഛൻ്റെയും അമ്മയുടെയും ഉള്ളിൽ നിന്ന് അതേപടി ജീനുകൾ എത്തുമ്പോഴാണ് ഹെറിഡിറ്റി ഉണ്ടാവുന്നത്. ആ ജീനുകൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുമ്പോഴാണ് വേരിയേഷൻ ഉണ്ടാവുന്നത്. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്, അല്ലേ? അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ക്യാരക്ടർ അതേപടി നമ്മുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ, പാരമ്പര്യമായിട്ട് ക്യാരക്ടറുകൾ എത്തിയിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി DNA ഫിംഗർ പ്രിന്റിംഗ് വഴി സാധിക്കുന്നു. നമ്മൾ ഏഴാം അറിവ് മൂവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? ബോധിധർമ്മന്റെ അതേ പിൻതലമുറക്കാരനാണ് സൂര്യ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? DNA തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ്, അല്ലേ? ഇനി ഐഡന്റിഫൈ ദ റിയൽ പാരന്റ്സ് ഇൻ കേസ് ഓഫ് പാരന്റൽ ഡിസ്പ്യൂട്ട്. അതായത് പാരന്റ് ഏതാണെന്നുള്ള തർക്കം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? DNA ഫിംഗർ പ്രിന്റിംഗ് നടത്താൻ പറ്റും. അപ്പോൾ അച്ഛൻ്റെ DNA-വായിട്ട് വളരെ സിമിലർ ആയിരിക്കും കുട്ടിയുടെ DNA, അല്ലെങ്കിൽ അമ്മയുടെ DNA-വായിട്ട് വളരെ സിമിലർ ആയിരിക്കും കുട്ടിയുടെ DNA. നമുക്ക് ആരാണ് അച്ഛൻ അല്ലെങ്കിൽ ആരാണ് അമ്മ എന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഇനി ഐഡന്റിഫൈ persons found after long periods of missing due to natural calamities or war. നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ വാർ ഒക്കെ വഴി കുട്ടികളെ അല്ലെങ്കിൽ വ്യക്തികളെയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷവും അവരെ തിരിച്ചറിയാൻ വേണ്ടി ഈ ഒരു ടെക്നിക്ക് സഹായിക്കുന്നുണ്ട്. ആളുകളുടെ ഷേപ്പ് മാറാം, അല്ലെങ്കിൽ കളറ് മാറാം, രൂപം മാറാം, അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വന്നാലും എന്ത് മാറുന്നില്ല? DNA മാറുന്നില്ല, അല്ലെങ്കിൽ ഈ ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെന്റിൽ മാറ്റം വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ യൂസസ്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു യൂസാണ് ഈ റോബറീസ് അല്ലെങ്കിൽ മർഡേഴ്സ് ഒക്കെ നടന്ന സാഹചര്യങ്ങളിൽ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാ? നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്നും, മർഡർ അല്ലെങ്കിൽ റോബറി നടന്ന ഏരിയയിൽ നിന്നും കിട്ടുന്ന സ്കിന്നിൽ നിന്നോ അല്ലെങ്കിൽ ഹെയറിൽ നിന്നോ നെയിലിൽ നിന്നോ ബ്ലഡിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? DNA ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും, അല്ലേ? അപ്പോൾ ആ DNA എന്ത് ചെയ്യും? കമ്പയർ ചെയ്ത് നോക്കും. കുറ്റവാളിയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യക്തിയുടെ DNA-വായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാച്ചിങ് ആണെങ്കിൽ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഫോറൻസിക് മൂവിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു സൈറ്റിൽ നിന്നും, ചോക്ലേറ്റ് റാപ്പറിൽ നിന്നും കിട്ടിയ സ്കിൻ സെല്ലിൽ നിന്നും DNA എക്സ്ട്രാക്ട് ചെയ്തിട്ട് പ്രതിയുടെ DNA, പ്രതിയാണെന്ന് പ്രതീക്ഷിക്കുന്ന ആളുടെ DNA-വായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാണ്, അല്ലേ? ഇപ്പം ഇവിടെ നോക്കിക്കേ, ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതായത് ക്രൈം നടന്ന സ്ഥലത്ത് നിന്നും കിട്ടിയ DNA സാമ്പിളാണിത്. ഓക്കെ, നമ്മൾ കുറ്റവാളികളാണെന്ന് സംശയിക്കുന്ന 3 പേരുടെ DNA സാമ്പിൾസ് ആണിത്. നോക്കിക്കേ, കറക്റ്റ് മാച്ചിങ് ആയിട്ട് വരുന്ന ഏതാണ്? രണ്ടാമത്തെ സസ്പെക്റ്റ് ആണ്, അല്ലേ? ഇവിടെ DNA ഒരേപോലെയാണ്, ഇവിടെയും DNA ഒരുപോലെയാണ്, ഇവിടെയും ഇവിടെയും ഒക്കെ എന്താണ്? DNA ഒരേപോലാണ്. അതായത് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള സാമ്പിൾ ആണ് ഇത്. അപ്പോൾ ഇതാണ് കുറ്റവാളി. അപ്പോൾ ക്ലിയർ അല്ലേ? ദെൻ ഇനി
മിസ്യൂസ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗിനെ മിസ്യൂസ് ചെയ്യുന്നത്? ദെൻ ഇതെന്താണ്? ഇൻഡിജിനസ് വെറൈറ്റീസിനൊരു ത്രെട്ടാണ്. അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്പുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ നാടൻ വെറൈറ്റീസ് എല്ലാം അന്യം നിന്ന് പോകുന്നു. ജനറ്റിക്കലി മോഡിഫൈഡ് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്? അവർ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈ ഈൽഡിങ് ആയിരിക്കും, ഒരുപാട് ക്ലൈമറ്റിക് കണ്ടീഷനോടൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. അങ്ങനെ നല്ല വെറൈറ്റീസ് ഉണ്ടാവുമ്പോൾ നമ്മുടെ നാടൻ വിളകളൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വംശനാശം വന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ ജനറ്റിക് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് റൈറ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഓരോ ജീവികൾക്കും, ഓരോ വ്യക്തികൾക്കും, ഓരോ ജീവികൾക്കും അവരവരുടേതായ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനോട് കൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിൻ്റെ അകത്ത് ഒരു മോഡിഫിക്കേഷനും വരുത്താൻ ആർക്കും അവകാശമില്ല. അപ്പോൾ ഈ ജനറ്റിക് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് റൈറ്റ് ആണെന്നാണ് പറയുന്നത്. ഇനി ബയോ വെപ്പൺസ് എന്താണ്? ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പത്തോജൻസിനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് വെച്ച്, അല്ലെങ്കിൽ ബയോടെക്നോളജി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തെടുത്തിട്ടുള്ള പത്തോജൻസിനെ ഒരു ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാകുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബയോ വെപ്പൺസ് എന്ന് പറയാം. നമ്മുടെ 7ാം അറിവിൻ്റെ അകത്ത് തന്നെ ഡോങ്ലി വൈറസിനെ കൊണ്ട് ഇഞ്ചക്ട് ചെയ്യുന്നില്ലേ? അപ്പോൾ അതൊക്കെ എന്താണ്? ബയോ വെപ്പൺസ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ ഒരു മിസ്യൂസസ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ന്യൂസ് പേപ്പർ കട്ടിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തി ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. The killer was identified by scientific testing of the blood stain obtained from the crime scene. Okay, which is the scientific test mentioned in this news? ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള സയന്റിഫിക് ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. കില്ലറിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തത്? അവിടെ നിന്ന് ലഭിച്ച ബ്ലഡ് സ്റ്റെയിനിൽ നിന്നും സയന്റിഫിക് ടെസ്റ്റിംഗ് വഴിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏത് സയന്റിഫിക് ടെസ്റ്റിംഗ് ആണ്? DNA ഫിംഗർ പ്രിന്റിംഗ്, അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്ക്. ദെൻ വാട്ട് ഈസ് ദ സയന്റിഫിക് ബേസിസ് ഓഫ് ദിസ് ടെക്നോളജി? ഈ ടെക്നോളജിയുടെ സയന്റിഫിക് ബേസിസ് എന്താണ്? The arrangement of nucleotide in DNA is different in each person. ഓരോ വ്യക്തിയിലെയും DNAയിലെ ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും ആൻസറും ക്ലിയർ അല്ലേ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്താണ്? കറക്റ്റ് പെയർ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജങ്ക് ജീൻ, അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത് ദ ഫങ്ഷണൽ ജീൻ ടേക്ക് പാർട്ട് ഇൻ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. ശരിയാണോ ഇത്? അല്ല. ഫങ്ഷണൽ, നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ജീനുകളാണ് ജങ്ക് ജീൻസ് എന്ന് പറയുന്നത്. ദെൻ ഇന്റർഫെറോൺസ്, the genetic scissors used to cut the gene. ആണോ? അല്ല. ജനറ്റിക് സിസേഴ്സ് ആരാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ആണ്, അല്ലേ? ഇനി ജീനോം, the complete genetic material present in an organism. ഇത് ശരിയല്ലേ? ആണ്. ഇനി എൻഡോഫിൻ, ഇവിടെ എസ് ഇല്ല. എൻഡോഫിൻ എന്താണ്? the protein used for the treatment of growth disorder. ശരിയാണോ? അല്ല. പെയിനിന് വേണ്ടിയാണ് എൻഡോഫിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്, മനസ്സിലാക്കി തന്നെ പഠിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, നമുക്ക് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.